വെൽക്കം ബാക്ക്. ഇന്നൊരു ക്ലാസ് അല്ല കേട്ടോ. LP-UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ബയോളജി ടോപ്പിക്കുകളുടെ അണ്ടറിൽ വരുന്ന SCERT ലെസൺസ്. അപ്പോൾ ടോപ്പിക് വൈസായിട്ട് ഓൾഡ് SCERTയിൽ പഠിക്കേണ്ട ലെസൺസ്, അതുപോലെ ന്യൂ SCERTയിൽ പഠിക്കേണ്ട ലെസൺസ് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. വേറെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ ഇനി ഓരോ ടോപ്പിക്കിൽ എന്തൊക്കെ ലെസണാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫിസിക്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ കാണാത്തവരത് കാണുക. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോളജിയിലെ ടോപ്പിക്കുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ കോശങ്ങളുടെ ഘടന എന്നൊരു ടോപ്പിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പഠിക്കേണ്ട ന്യൂ SCERT ലെസൺസ് ഏതൊക്കെയാണെന്നാണ് ആദ്യം തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? 6th സ്റ്റാൻഡേർഡിലെ ജീവൻ്റെ കുഞ്ഞറകൾ എന്നൊരു ലെസൺ ഉണ്ട്. അതുപോലെ 9th സ്റ്റാൻഡേർഡിൽ ജീവൽ പ്രക്രിയകളിലേക്ക് എന്നൊരു ലെസൺ ഉണ്ട്. ഈ രണ്ട് ലെസൺസാണ് നമുക്ക് കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ന്യൂ SCERT ലെസൺസ്. അതുപോലെ ഓൾഡ് SCERTയിലുണ്ട്. ഓൾഡ് SCERT ഒരുവിധ ആളുകളൊക്കെ കവർ ചെയ്തതായിരിക്കും, എന്നാലും ഒന്ന് റിവിഷൻ ചെയ്യണ്ടേ, എന്നാലല്ലേ ടോപ്പിക്ക് നമുക്ക് സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ജീവൻ്റെ ചെപ്പുകൾ, അതുപോലെ 8th സ്റ്റാൻഡേർഡിൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ 5 to 10 വരെയുള്ള SCERTയിലെ കോശങ്ങളുടെ ഘടന എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡീഷണൽ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കി അതുകൂടി കണ്ട് അതൊരു ഭാഗം ഉറപ്പാക്കണം. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെയൊക്കെ ക്ലാസ് എവിടെ ലഭിക്കുമെന്ന് സംശയമുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബയോളജിയും അതുപോലെ ഫിസിക്സും ഒക്കെ. ഫിസിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ന്യൂ SCERT വന്നിട്ടുള്ള 6, 8, 10 സെക്കൻഡ് പാർട്ടിൽ വരുന്ന ആ ഒരു ലെസണും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ ചെയ്യും കേട്ടോ. ബയോളജി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ബയോളജിയിലെ ക്ലാസ്സുകളൊക്കെ നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. വീക്കിലി അവിടെ റിവിഷൻ പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഓരോ ചാപ്റ്റേഴ്സും ടോപ്പിക് വൈസായിട്ട് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. വീക്കിലി എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് കലകളാണ്. കലകൾ എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് 2 ലെസണാണ് പഠിക്കേണ്ടത്. ന്യൂ SCERTയിൽ നിന്ന് കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്. അതുപോലെ ഓൾഡ് SCERTയിൽ കോശജാലങ്ങൾ എന്ന് പറഞ്ഞ 8th സ്റ്റാൻഡേർഡിൽ ലെസൺ. അപ്പോൾ ഇത് രണ്ടും പഠിച്ച് കഴിയുമ്പോൾ കലകൾ എന്ന ടോപ്പിക്ക് ഓക്കെ ആവും. പിന്നെ കൃഷി പരിസ്ഥിതി. ഈ കൃഷി പരിസ്ഥിതി എന്ന ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടില്ല, കാരണം അതിൽ കുറച്ചധികം SCERT ലെസൺസ് പഠിക്കേണ്ടതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് പൊതുവേ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ന്യൂ SCERTയിൽ നമ്മൾ പഠിക്കേണ്ട ലെസൺസ് 5th സ്റ്റാൻഡേർഡിൽ ഒറ്റയല്ല ഒരു ജീവി. നിങ്ങൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ 5th സ്റ്റാൻഡേർഡ് മുതൽ വലിയ ക്ലാസ്സിലേക്ക് എന്നുള്ള ഓർഡറിലാണ് ചാപ്റ്റേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കൊരു ബേസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ഒറ്റയല്ല ഒരു ജീവിയും. അതാണ് കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ആദ്യത്തെ ലെസൺ. പിന്നെ വരുന്നത് ജീവനുള്ള വിത്തുകൾ, അതും 5th സ്റ്റാൻഡേർഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ജന്തുജാലങ്ങൾ, പരിസ്ഥിതിയെ നോവിക്കാതെ എന്നൊരു ലെസൺ 7th സ്റ്റാൻഡേർഡിലുണ്ട്. പിന്നെ 8th വരുന്നത് വൈവിധ്യങ്ങളുടെ സൗന്ദര്യം. ഓൾഡ് SCERTയിലെ കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സസ്യലോകത്തെ അടുത്തറിയാം, വിത്തിനുള്ളിലെ ജീവൻ, ജന്തുവിശേഷങ്ങൾ, പൂവിൽ നിന്ന് പൂവിലേക്ക്, ഒന്നിച്ചു നിൽക്കാം, മണ്ണിൽ പൊന്നു വിളയിക്കാം. ഇതൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് കേട്ടോ. നിർമ്മലമായ പ്രകൃതിക്കായി, വൈവിധ്യം നിലനിൽപ്പിന്, തരംതിരിക്കുന്നത് എന്തിന്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, തരംതിരിക്കുന്നത് എന്തിന്. അത് വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ചാപ്റ്ററാണ്. ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൃഷിയും പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചെറിയ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്റർ ഈ ഭാഗത്ത് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വർഗീകരണം എന്ന ഭാഗത്ത് അത് കവറായിട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് തലമുറകളുടെ തുടർച്ചയ്ക്ക്, വീണ്ടെടുക്കാം വിളനിലങ്ങൾ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. അപ്പോൾ ഈ ലെസണൊക്കെ നമുക്ക് മറ്റു ടോപ്പിക്കിൻ്റെ അണ്ടറിലും കവർ ചെയ്ത് വരുന്ന ലെസൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുന്നത് നമുക്ക് പ്രകാശ സംശ്ലേഷണം എന്ന ഭാഗത്ത് പഠിക്കേണ്ട ലെസണാണ്. അപ്പോൾ അവിടെയും നമുക്കത് കവർ ആവുന്നുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ കവർ ആവുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. ഈ ഭാഗത്തൊക്കെ എന്തുണ്ട്? കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പല ടോപ്പിക്കിൻ്റെ അണ്ടറിലായിട്ട് SCERT ഓൾമോസ്റ്റ് കവർ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് എല്ലാം കവറായി പോകും. ഞാനത് പഠിച്ചോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് ചാപ്റ്റർ നോട്ട് ചെയ്ത് പോവുക. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും ഈ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ.
ഇനി നെക്സ്റ്റ് വർഗീകരണം എന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ട ന്യൂ SCERT ലെസൺസ് എന്ന് പറയുമ്പോൾ 8th സ്റ്റാൻഡേർഡിലെ 16th ലെസൺ ജീവൻ്റെ വൃക്ഷം. ഇപ്പോൾ പാർട്ട് 2 വന്നല്ലോ, ആ ഒരു പാർട്ട് 2-ൽ ആഡ് ചെയ്തിട്ടുള്ള ലെസണാണ് കേട്ടോ ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്ന ഒരു ലെസൺ. അത് നമ്മൾ പഠിച്ചിട്ടില്ല. വർഗീകരണം എന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ജീവൻ്റെ വൃക്ഷം എന്ന ടോപ്പിക്ക് എന്ന ലെസൺ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കും. ഓക്കെ. ഇനി 9th സ്റ്റാൻഡേർഡ് 6th ലെസൺ വർഗീകരണം. അതുപോലെ 8th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT ലെസൺ ഉണ്ട് തരംതിരിക്കുന്നത് എന്തിന്. ഇനി ജനിതകശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ന്യൂ SCERT 10th സ്റ്റാൻഡേർഡിൽ 2 ലെസൺ ഉണ്ട്. ജീവൻ്റെ ജനിതകം, അതുകൂടാതെ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഓൾഡ് SCERT 2 ലെസൺ ഉണ്ട്. രണ്ടും 10th സ്റ്റാൻഡേർഡിൽ തന്നെയാണ് വരുന്നത്. ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ, നാളെയുടെ ജനിതകം. ഇത് രണ്ടും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ജീവൻ്റെ ജനിതകവും ജനിതകശാസ്ത്രം സാങ്കേതിക വിദ്യ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ഓൾഡ് SCERT 2 ലെസൺസ് ഉണ്ട്. സസ്യലോകത്തെ അടുത്തറിയാം, അതുപോലെ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. ഈ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് 9th സ്റ്റാൻഡേർഡിലെ ആ ഒരു ലെസണിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലൊക്കെ എടുത്ത് വെച്ച് നോക്കുക. അഡീഷണൽ ആയിട്ടുള്ള പോയിൻ്റൊക്കെ നമുക്കിപ്പോൾ കിട്ടും. ഇവിടെ ന്യൂ SCERT എന്നുള്ള ലെസൺസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇനിയും എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ അറിയിക്കാം. ഓൾഡ് SCERT ഈ 2 ലെസൺസാണ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇനി ദഹന വ്യവസ്ഥയിൽ ന്യൂ SCERT 7th സ്റ്റാൻഡേർഡ് 5th ലെസൺ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. അപ്പോൾ ദഹന വ്യവസ്ഥയിൽ ഇവിടെ ദഹനം എന്ന ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി ഈ ശ്വസനം എന്ന് പറയുന്നത് വിസർജ്ജ വ്യവസ്ഥയിൽ വരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന ലെസൻ്റെ പകുതി ഭാഗമാണ് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ 2nd ലെസൺ ദഹനവും പോഷക സംവഹനവും. ഓൾഡ് SCERT 7th സ്റ്റാൻഡേർഡ് 4th ലെസൺ അന്നപഥത്തിലൂടെ. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ 2nd ലെസൺ ഉണ്ട് ആഹാരം അന്നപഥത്തിൽ. ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ നിങ്ങൾ. പിന്നെ 9th സ്റ്റാൻഡേർഡ് 3rd ലെസൺ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. ഇതൊക്കെ എങ്ങനെ പഠിക്കുമെന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആ ക്ലാസ്സുകൾ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ പ്ലാൻ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നിട്ടുള്ള റിവിഷൻ പ്ലാനാണ് നമ്മളുടെ ടെലഗ്രാമിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ നല്ല റെഗുലറായിട്ട് പഠിക്കണം, എക്സാം എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. ലിങ്കും ഫസ്റ്റ് കമൻ്റ് ആയിട്ടുണ്ട് കേട്ടോ, ടെലഗ്രാമിൻ്റെ ലിങ്ക്. പിന്നെ വിസർജന വ്യവസ്ഥ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. അപ്പോൾ ഈ ശ്വസനം എന്ന ഏരിയ ഇവിടെ വിസർജന വ്യവസ്ഥയെ ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് 9th സ്റ്റാൻഡേർഡിൽ 3rd ലെസൺ ഉണ്ട് ശ്വസനവും വിസർജനവും എന്നൊരു ലെസൺ ഉണ്ട് കേട്ടോ ന്യൂ SCERT. ഓൾഡ് SCERT വിസർജനം സമസ്ഥിതി പാലനത്തിന്. നല്ലൊരു ലെസണാണ്, ഒരുപാട് ചോദ്യ സാധ്യതയുള്ള ഒരു ലെസണാണ്. ഇനി പ്രത്യുൽപാദന വ്യവസ്ഥയെ ബന്ധപ്പെട്ട് ന്യൂ SCERT 9th സ്റ്റാൻഡേർഡിലൊരു ലെസൺ ഉണ്ട്. പ്രത്യുൽപാദന ആരോഗ്യം ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണേ. പിന്നെ വരുന്നത് ഓൾഡ് SCERT 2 ലെസൺസ് ഉണ്ട്. 8th സ്റ്റാൻഡേർഡിൽ തലമുറകളുടെ തുടർച്ചയ്ക്ക്, 9th സ്റ്റാൻഡേർഡിൽ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. ഓക്കെ, ക്രമഭംഗം, ഊനഭംഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങളെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ലെസണാണ് ഇത് കേട്ടോ. ഇനി നാഡീവ്യവസ്ഥയെ ബന്ധപ്പെട്ട ഓൾഡ് SCERT ഒരു ലെസനേ ഉള്ളൂ, അറിയാനും പ്രതികരിക്കാനും, 10th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ വരുന്നത് ന്യൂ SCERT സംവേദനങ്ങൾക്ക് പിന്നിൽ, അതിൽ നാഡീവ്യവസ്ഥയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നാഡീവ്യവസ്ഥയിലെ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ കേട്ടോ. ഈ അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ഈ ഒരു ലെസണാണ് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് പരിണാമത്തിൻ്റെ നാൾവഴികൾ. അവിടെ ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ദ്രിയങ്ങൾ എന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ന്യൂ SCERT 2 ലെസൺസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലെസണാണ്. ഈ അറിവിൻ്റെ വാതായനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾഡ് SCERT ആണ്. അതുപോലെ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതിൽ കുറച്ച് ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഓൾഡ് SCERT അറിവിൻ്റെ ജാലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലെസൺ ഉണ്ട്. അപ്പോൾ ഈ 4 ലെസൺ കംപ്ലീറ്റ് ആകുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഒട്ടുമിക്ക പോയിൻറ്റ്സ് നമ്മൾ കവർ ചെയ്ത് പോകും. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലും കൂടി എടുത്ത് വെച്ച് വായിക്കണം. ഇനി രോഗങ്ങളും ആരോഗ്യ പരിപാലനവും. ന്യൂ SCERT ഒരുപാട് ലെസൺസ് ഉണ്ട്. വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ രോഗങ്ങളും ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ SCERT ലെസൺസ് നോക്കി, വ്യാധികൾ പടരാതിരിക്കാൻ, മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. പിന്നെ ഈ വർഗീകരണം എന്ന ലെസൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വൈറസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ബാക്ടീരിയയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ലെസൺസ് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന് പറഞ്ഞിട്ട് ഒരു ലെസൺ ഉണ്ട് ന്യൂ SCERT. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസണാണ്.
അത് തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ ഓൾഡ് SCERT-യിൽ അകറ്റി നിർത്താം രോഗങ്ങളെ, ഈ 2 ലെസൺസിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട്. മറ്റുള്ള ലെസണിൽ നിന്ന് ഇല്ല എന്നല്ല, ഇവിടെ ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സിലുണ്ട്. പിന്നെ 5th സ്റ്റാൻഡേർഡിൽ 8th ലെസൺ അകറ്റി നിർത്താം രോഗങ്ങളെ, 10th സ്റ്റാൻഡേർഡിൽ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ, ഇത് പഠിക്കണം. പിന്നെ ഈ സൈഡിൽ 2 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൂടി നിങ്ങളൊന്ന് നോക്കണം. അത് പരിണാമത്തിൻ്റെ നാൾ വഴികൾ എന്ന ചാപ്റ്ററിൽ ബാക്ടീരിയയെക്കുറിച്ചും അതുപോലെ സൂപ്പർ ബഗുകളെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രത്യുൽപാദന ആരോഗ്യം, ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. പ്രത്യുൽപാദന വ്യവസ്ഥയിൽ അവിടെ ലൈംഗിക രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഗൊണേറിയ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് വൈറ്റമിൻസ്, മിനറൽസ്, എൻസൈംസ്, ഹോർമോൺസ്. ഈ ഭാഗത്ത് ന്യൂ SCERT-യിൽ നിന്ന് 3 ലെസൺസ് ഉണ്ട്. 3 ലെസൺസ്: ആഹാരത്തിലൂടെ ആരോഗ്യം, സുരക്ഷിത ഭക്ഷണം, ജീവികളിലെ രാസസംവേദനം. ഓൾഡ് SCERT-യിലും 3 ലെസൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആഹാരം ആരോഗ്യത്തിന്, ആഹാരം അന്നപഥത്തിൽ, സമസ്ഥിതിക്കുള്ള രാസസന്ദേശങ്ങൾ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ബയോളജിയിലെ SCERT ലെസൺസ് ഒക്കെ കവറാവും. അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. 5 to 10 വരെയുള്ള കാര്യങ്ങളെ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നല്ലൊരു ബേസ് നമ്മൾക്കായി. പിന്നെ സയൻസ് ഏരിയയിൽ നിന്ന് മിക്കതും +1 +2 ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം, ചാപ്റ്റേഴ്സ് പഠിക്കണം. അപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള +1 +2 ഏരിയയിലെ ചോദ്യസാധ്യതകൾ ഏറെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ നല്ലൊരു ബേസ് ആയതിനു ശേഷം 5 to 10 വരെയുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് പഠിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ആ കമൻറ്റ് ചെയ്യണം. ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്താൽ വീക്കിലി റിവിഷൻസും റിവിഷൻ ബേസ്ഡ് എക്സാംസും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എഴുതാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കണ്ടേ? ഓക്കെ, അപ്പോൾ താങ്ക്